ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു നല്ല മാംസമുള്ള ഒരു മീനിൻ്റെ കറിയാണ് വെക്കാൻ പോകുന്നത്. പലരും പല രീതിയിലായിരിക്കും അല്ലേ മീൻ കറി ഇട്ട് വെക്കുന്നത്. മുളക് ഇട്ട് വെക്കുന്നതും പാല് പിഴിഞ്ഞ് വെക്കുന്നതും എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്യുന്നത് പാല് പിഴിഞ്ഞ് വെക്കുന്ന മീൻ കറിയാണ്. ആദ്യം ഇത് നന്നായി കഴുകി വൃത്തിയാക്കി നമുക്കിതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഞാൻ മിക്സിയിൽ അരച്ചതൊന്നുമല്ല, നമ്മൾ വാങ്ങിക്കുന്ന ഒരു പാക്കറ്റാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി എനിക്കത്, നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും തന്നെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും അതിൻ്റെ ആ ഒരു തരിയോ ഒന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് തന്നെയായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പല കാര്യത്തിനും ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മീൻ കറിക്കകത്തും ഇത് തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും മീനിലെല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ കൈകൊണ്ട് തന്നെ നമുക്കത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ മാറ്റി വയ്ക്കുന്ന സമയത്ത് ആ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ബാക്കി ഇതിന് വേണ്ട പാല് പിഴിയാനും ഒക്കെയുള്ളൊരു സമയവും കിട്ടും. ഈ മീനിലൊക്കെ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ടൈമൊക്കെ ഒന്ന് സേവ് ചെയ്യുന്നത്. കാരണം മീനൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ നന്നാക്കിയിട്ട് അതൊക്കെ കട്ട് ചെയ്ത് എടുത്ത് ചെയ്യുമ്പോഴേക്കും. അപ്പം ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ച് സമയം ലാഭിക്കാം. ഇത് ഞാനങ്ങ് മാറ്റി വയ്ക്കുകയാണ്. ഈ സമയം കൊണ്ട് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് ഒരു അരമുറി തേങ്ങ, ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണ്ടത് നല്ല നീളത്തിലരിഞ്ഞ 2 വലിയ സവാള, ഒരു 8 പച്ചമുളക് നെടുക കീറിയത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞ ഇഞ്ചി, ഒരു 2 വേപ്പില, അതിലേക്ക് മാങ്ങ, നല്ല പുളിയുള്ള 2 മാങ്ങ നീളത്തിലരിഞ്ഞത്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒരു അരമണിക്കൂർ മിക്സ് ചെയ്ത് വെച്ചതാണിത്. നമ്മൾ ആദ്യം മീൻ മിക്സ് ചെയ്ത് വെച്ചു, ഉപ്പൊക്കെ തേച്ച്. അതുപോലെ തന്നെ ഇത് ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചിരുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് 2ാം പാല്, തേങ്ങ പിഴിഞ്ഞ് 2ാം പാല്, അതിലാണ് നമ്മൾ പെരിഞ്ജീരകം, ഒരു സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് പിഴിഞ്ഞെടുത്ത പാലാണ് കേട്ടോ. അതിൽ ഇനി നമ്മൾ ചേർക്കുന്നത് എൻ്റെ സ്പൂണിൻ്റെ അളവിൽ 2 സ്പൂൺ മല്ലിപ്പൊടി. ഞാൻ മല്ലിപ്പൊടി ഇപ്പോഴാണ് ചേർക്കുന്നത്. ഒരു കുറച്ചുകൂടി മുളക് പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് തിളപ്പിച്ച് നന്നായിട്ട് തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ, നല്ല മാംസമുള്ള മീനുള്ളത്, അത് ഇതിന് മീതെ നമ്മൾ നിരത്തി വെക്കുക. നമ്മളൊരിക്കലും മീൻ കറിയിൽ അത് സ്പൂണിട്ട് ഇളക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം സ്പൂണൊക്കെ തട്ടിക്കഴിയുന്ന മീൻ എപ്പോഴും പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. മീനങ്ങ് മുകളിൽ വെച്ച് നമ്മളത് ഇനിയൊരു കുറച്ചു നേരം നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ വേവിക്കുക. അതിനുശേഷം കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോഴേക്ക് മീൻ കറിയിൽ ഒന്ന് കുറുതായി വരും. അതിനുശേഷം നമ്മുടെ 1ാം പാല്, അതായത് തലപ്പാലെന്ന് പറയും, 1ാം പാല്, നമ്മൾ കട്ടിയുള്ള പാല് പിഴിഞ്ഞ് വെച്ചിരുന്നത് അതിനകത്തോട്ട് ഒഴിക്കുക. പിന്നീട് നമ്മളിതിനെ തിളപ്പിക്കാൻ പാടില്ല. ഞാനിപ്പോൾ സ്ലിമ്മിലാണ് വെച്ചേക്കുന്നത്. അതൊന്ന് ആയി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിനകത്തോട്ട്
ഒരു 8 ചെറിയ ഉള്ളി, ചുവന്നുള്ളി എന്ന് പറയുന്നത് 8 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, നല്ല വെളിച്ചെണ്ണയിൽ നമ്മളത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇത്തിരി വേപ്പിലയും ചേർത്ത് നമ്മൾ ഈ കറിയുടെ മീതെ ഒഴിക്കും. അങ്ങനെ കാച്ചി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. പിന്നെ നമ്മൾ ഒരു അരമണിക്കൂറിന് ശേഷം, ഒരു മണിക്കൂറൊക്കെ കിട്ടിയാൽ തണുത്ത് കിട്ടിയിട്ട് വേണം മീൻകറി എപ്പോഴും ഉപയോഗിക്കാൻ. അതാണ് അതിന് രുചി. ചൂടോട് ഉപയോഗിക്കുന്നേക്കാളും നമ്മൾ ഉണ്ടാക്കി വെച്ച ഉടനെ ഉപയോഗിക്കുന്നേക്കാളും രുചിയുള്ളത് നമ്മൾ ഉണ്ടാക്കി ഒരു മണിക്കൂറിന് ശേഷം കഴിക്കുന്നതായിരിക്കും. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഇങ്ങനെയല്ല വെക്കുന്നതെങ്കിൽ കേട്ടോ. കമന്റ് ചെയ്യൂ എങ്ങനെയാണ് വെക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.